KTU 2019 സ്കീം ട്രിപ്ലി ബ്രാഞ്ചിൻ്റെ തേർഡ് സെമസ്റ്റർ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ മൊഡ്യൂൾ 3. ഷെറിംഗ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഷെറിംഗ് ബ്രിഡ്ജിൽ ഫോർത്ത് ആമിൽ നമ്മൾ കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ മീഡിയം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് നമുക്ക് എന്ത് സ്പെസിമെൻ്റെ പെർമിറ്റിവിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് ആ സ്പെസിമെനാണ് നമ്മളവിടെ ഡൈഇലക്ട്രിക്കായിട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോഡ്സിൻ്റെ ഇടയിൽ സ്പെസിമെൻ പ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു എയർ ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ ഇഫക്റ്റീവായിട്ടുള്ള ആ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് കപ്പാസിറ്റൻസസ് ഇൻ സീരീസ് വരുന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ആ എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് C0യും അതുപോലെ സ്പെസിമെനിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് CS. സോ നമുക്ക് ഈ രണ്ട് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല ε0 εr ഇൻറ്റു ഏരിയ ബൈ ആ ഒരു സ്പെസിമെൻ്റെ ഡെപ്ത്ത് ആ ഫോർമുല വെച്ചിട്ട് എഴുതാം. അപ്പോൾ എയർ ഗ്യാപ്പ് ആകുമ്പോൾ εr 1 ആണ്. അപ്പോൾ എയർ ഗ്യാപ്പിൻ്റെ ഫോർമുലയിൽ ε0 ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ തിക്നെസ് T എന്ന് വരും. ഇനി സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് C0 ഇൻറ്റു CS ഡിവൈഡഡ് ബൈ C0 പ്ലസ് CS ചെയ്താൽ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അതിൽ നിന്ന് കിട്ടും. സോ ആ C0ൻ്റെ CS ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല ഇൻ ടേംസ് ഓഫ് പെർമിറ്റിവിറ്റി കിട്ടും. ഇനി നമ്മൾ ഷെറിംഗ് ബ്രിഡ്ജ് വെച്ചിട്ട് ഓൾറെഡി അൺനോൺ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ പഠിച്ചതാണ്. അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ആ സ്പെസിമെൻ വെച്ചിട്ടുള്ള കപ്പാസിറ്റൻസ് ഷെറിംഗ് ബ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ സ്പെസിമെൻ റിമൂവ് ചെയ്തിട്ട് ഈ സെയിം കപ്പാസിറ്റൻസ് കിട്ടുന്ന രീതിയിൽ ആ ഇലക്ട്രോഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ മുകളിലത്തെ ഇലക്ട്രോഡ് മൂവിങ് ഇലക്ട്രോഡാണ്. അപ്പോൾ നമുക്കതിനെ കുറച്ച് താഴത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മീൻസ് ആ സെയിം കപ്പാസിറ്റൻസ് ആവുന്നത് വരെ നമ്മൾ ആ ഇലക്ട്രോഡിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു X ഡിസ്റ്റൻസിലാണ് സെയിം കപ്പാസിറ്റൻസ് വരുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു പെർട്ടിക്കുലർ X എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇലക്ട്രോഡ് ഉള്ളപ്പോൾ ഉള്ള കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ എഴുതും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ε0 A ബൈ T പ്ലസ് D മൈനസ് X എന്ന് വരും. അതായത് ടോട്ടൽ വിട്ടിന്ന് ആ X എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ചു. അപ്പോൾ അതായിരിക്കും വിട്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് മുന്നേ കിട്ടിയ സ്പെസിമെൻ വെച്ചിട്ടുള്ള കപ്പാസിറ്റൻസും ഈ കപ്പാസിറ്റൻസ് സെയിം ആണല്ലോ. അപ്പോൾ ആ രണ്ട് റിലേഷൻസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ കിട്ടും T ബൈ D മൈനസ് X. നെക്സ്റ്റ് മെഗറാണ്. നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മെഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ പാർട്സ് ആയിട്ട് ആദ്യം ഒരു ഹാൻഡ് ഡ്രിവൻ ജനറേറ്റർ ഉണ്ട്. ഈ ജനറേറ്ററിൻ്റെ ആർമേച്ചറിൻ്റെ ക്രോസ് ഒരു കോയിൽ A കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് വോൾട്ടേജ് കോയിൽ എന്ന് പറയാം. ഈ കോയിലിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മളൊരു കോയിൽ B അല്ലെങ്കിൽ ഒരു കറണ്ട് കോയിലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കറണ്ട് കോയിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ കറണ്ട് കോയിലിൻ്റെ ഒരെൻഡ് വോൾട്ടേജ് കോയിലിലേക്കും മറ്റേ എൻഡ് നമ്മൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. അത് നമുക്ക് ടെർമിനൽ Y എന്ന് കൺസിഡർ ചെയ്യാം. ടെർമിനൽ Yയുടെ അവിടെ നമ്മൾ എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോയിൽ Aയുടെ ഒരു എൻഡിൽ നിന്ന് ഒരു ടെർമിനൽ എടുത്തിട്ട് നമ്മൾ അനദർ ടെർമിനൽ X ഫോം ചെയ്യും. അപ്പോൾ രണ്ട് ടെർമിനൽസ് XY ഫോം ചെയ്യും. ഇനി XY ടെർമിനൽസ് ഓപ്പൺ ആണ്. അവിടെ വേറെ മെഷർമെൻറ്റ് ചെയ്യാനുള്ള വയറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കോയിൽ A കൂടെ മാത്രമാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. കോയിൽ Bയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ആ പോയിൻ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടാവുക. അതായത് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യേണ്ട ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് നമ്മൾ XY ടെർമിനൽസിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ കോയിൽ A കൂടെയും കോയിൽ B കൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും. ഇപ്പോൾ ഒരു കോയിൽ B എന്ന് പറയുന്നത് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടോർക്ക് ഡെവലപ്പ് ആവും. അപ്പോൾ കോയിൽ Bയിൽ ഉണ്ടാകുന്ന ടോർക്ക് കാരണം പോയിൻ്റർ കറസ്പോണ്ടിങ് റീഡിങ്ങിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് കറസ്പോണ്ടിങ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. നെക്സ്റ്റ് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് മെഷർമെൻറ്റ് ടെക്നിക്സ് ആണ്. ഇതിലൊരുപാട് ടെക്നിക്സ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ഫിയർ ഗ്യാപ്സ് മെഷർമെൻറ്റും അതുപോലെ തന്നെ ഹോൾ ഇഫക്റ്റ് സെൻസറാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം സ്ഫിയർ ഗ്യാപ്പ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് AC അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് DC അതുപോലെ ഇമ്പൾസ് വോൾട്ടേജസിൻ്റെയൊക്കെ പീക്ക് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും സ്ഫിയർ ഗ്യാപ്പ് മെഷർമെൻറ്റ് യൂസ് ചെയ്യണത്.
നമ്മൾ 2 സ്ഫിയറിൻ്റെ അക്രോസ് ഉള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂസ് കണ്ടെത്താണ് ചെയ്യുക. അപ്പോൾ ഇതിൽ കൺസ്ട്രക്ഷൻ പാർട്ടായിട്ട് മെയിനായിട്ടും ജസ്റ്റ് 2 സ്ഫിയേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 2 സ്ഫിയേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഹൊറിസോണ്ടലി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ കൊടുക്കാം. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്ഫിയർ ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു സപ്ലൈ സിസ്റ്റം ഉണ്ട്, ഈ സ്ഫിയർ ഗ്യാപ്പ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഒരു മെഷറിംഗ് സിസ്റ്റം ഉണ്ട്. സോ ഇതിൽ ആദ്യം തന്നെ ആ സ്ഫിയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്യും, ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യും. അതിന് ശേഷം ഈ സ്ഫിയറിൻ്റെ അക്രോസ് നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക സ്ഫിയർ ഗ്യാപ്പ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എത്തിക്കഴിയുമ്പോൾ ഈ സ്ഫിയേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിൽ നമുക്കൊരു സ്പാർക്ക് കാണാം. അപ്പോൾ ആ സ്പാർക്ക് റിപ്രസെൻ്റ് ചെയ്യണത് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ ആണ്. അതായത് എയർ ആയിരിക്കും സ്ഫിയർ ഗ്യാപ്പിലുള്ളത്. അപ്പോൾ ആ എയറിൻ്റെ അല്ലെങ്കിൽ ആ ഡൈഇലക്ട്രിക്കിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് റിപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് വോൾട്ടേജ് നോട്ട് ചെയ്ത് വയ്ക്കും. ഇനി ഈ സ്ഫിയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്സ് നമ്മൾ ഇതുപോലെ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് മാറ്റി കൊടുത്തിട്ട് പല പല ഡിസ്റ്റൻസസിന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വോൾട്ടേജസ് അപ്ലൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ ഡിസ്റ്റൻസിന് എത്ര വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വന്നു എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസും കറസ്പോണ്ടിങ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജസ് അല്ലെങ്കിൽ നമുക്ക് ആ മെഷർ ചെയ്യേണ്ട ഹൈ വോൾട്ടേജസിൻ്റെ പീക്ക് വാല്യൂസാണ് നമുക്ക് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഹോൾ ഇഫക്റ്റ് സെൻസറാണ്. ഇത് ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഹോൾ ഇഫക്റ്റ് എന്താ, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ പഠിച്ചതാണ്. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് മാത്രമാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ ആ ഹോൾ ഇഫക്റ്റ് മെറ്റീരിയലിന് പെർപെൻഡിക്കുലറായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുവരും. സോ ആ ഹോൾ ഇഫക്റ്റ് മെറ്റീരിയലിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും VH. അപ്പോൾ ഹോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു ID ഇൻറ്റു B ബൈ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഡെപ്ത് D. അപ്പോൾ ഇതിൽ നമുക്ക് കറണ്ട് ID അറിയാം, അതുപോലെ ഡെപ്ത് അറിയാം, K കോൺസ്റ്റൻ്റ് ആണ്. സോ ആ ഹോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി B ആയിരിക്കും. ആ ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യേണ്ട കറണ്ട് Iക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും.